ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. പ്രഭാവതി സുശീലയോട് പറയുകയാണ്, സുശീലെ, കാര്യങ്ങളെല്ലാം ഗോപിയേട്ടനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. നീ ഇപ്പോ ഇവളെയും കൂട്ടിക്കൊണ്ട് മുറിയിലേക്ക് പോകാൻ നോക്ക്. അങ്ങനെ സുശീൽ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് പാറുവും വിശാലും കൂടി ഓരോന്ന് സംസാരിച്ച് മുറിയിലേക്ക് വരാൻ നേരം അങ്ങോട്ടേക്ക് ജാസ്മിൻ വരികയാണ്. എന്താ ജാസ്മിൻ എന്ന് വിശാൽ ചോദിക്കുമ്പോൾ, അത് പിന്നെ വിശാലുമായി കുറച്ചുനേരം സംസാരിച്ചിരിക്കാമെന്ന് ഞാൻ കരുതി. അതാ ഞാൻ വന്നതെന്ന് ജാസ്മിൻ പറയുന്നു. ഇത് കേൾക്കുന്ന വിശാലിന് അന്ന് ജാസ്മിൻ തന്റെ ദേഹത്തേക്ക് തലചുറ്റി വീണതും വീഡിയോ എടുത്ത് മണ്ഡപം വരെ കാര്യങ്ങൾ എത്തിയതും ഒക്കെ തന്നെ ഓർമ്മ വരികയാണ്. അത് പിന്നെ ജാസ്മിൻ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു വീഡിയോ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാനുണ്ട്, അതുകൊണ്ട് എനിക്ക് പോകണമെന്ന് പറഞ്ഞ് വിശാൽ അവിടെ നിന്ന് പോകുമ്പോൾ അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുകയാണ് പാർവതി. അതെ പാർവതി, നീ നിന്റെ നാട്ടിലേക്ക് പോകാൻ നോക്ക്. ഇപ്പോ ബന്ധം വെച്ച് നോക്കുകയാണെങ്കിൽ വിശാലിന്റെ മുറപ്പെണ്ണാണ് ഞാൻ. അതുകൊണ്ട് വിശാലിനെ ഞാൻ കല്യാണം കഴിച്ചിരിക്കും. നിന്റെ നാട്ടിലേക്ക് തന്നെ പോകുന്നതാകും നിനക്ക് നല്ലതെന്ന് ജാസ്മിൻ പറയുമ്പോൾ പാറു പറയുകയാണ്, നീ എത്ര നാണം കിട്ടാലും പഠിക്കില്ലല്ലേ ജാസ്മിൻ. 2 തവണ മണ്ഡപം വരെ എത്തിയിട്ടും നിന്റെയും വിശാൽ സാറിന്റെയും വിവാഹം മുടങ്ങിയതല്ലേ. ഇനിയെങ്കിലും നന്നാകാൻ നോക്ക്, അല്പമെങ്കിലും മനുഷ്യത്വം നിന്റെ ഉള്ളില് വളർത്താൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടെ പാറു അവിടെ നിന്ന് പോവുകയാണ്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയെയും പല്ലവിയെയുമാണ്. വിപിൻ തന്നോട് കാണിക്കുന്ന ദേഷ്യത്തെക്കുറിച്ചൊക്കെ പ്രഭാവതിയോട് പറയുകയാണ് പല്ലവി. മോളെ, നീ വിചാരിച്ചാൽ അവന്റെ മനസ്സെല്ലാം മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അമ്മയുടെ അനുഭവത്തിൽ നിന്നാ പറയുന്നത്. പക്ഷെ അമ്മേ, വിപിൻ സാറ് അമ്പിനും വില്ലിനും അടുക്കുന്ന മട്ടൊന്നുമില്ലെന്ന് പല്ലവി പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ്, നീ ക്ഷമയോടെ കാത്തിരിക്കും മോളെ. അവനായിട്ട് തന്നെ നിന്റെ പിന്നാലെ വരും, നീ കണ്ടോ. വിപിൻ സാറ് എന്നോട് സ്നേഹം കാട്ടുമോ എന്ന് പല്ലവി ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുകയാണ്, അതൊക്കെ നടക്കുമോളെ. പക്ഷേ നീ അതിനെക്കുറിച്ചോർത്ത് ടെൻഷൻ അടിച്ച് നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് ഒന്നും വരുത്താൻ നിൽക്കണ്ട. എന്നാലും മോളെ, നിനക്ക് എന്നോടെങ്കിലും ഈ വിവരം ആദ്യമേ പറയായിരുന്നു. അല്ലെങ്കിലേ ഇങ്ങനെ മണ്ഡപം വരെയൊന്നും കാര്യങ്ങൾ എത്തില്ലായിരുന്നു. എന്താണെങ്കിലും പോട്ടെ, നിനക്കിപ്പോ എത്ര മാസമായി? അത് പിന്നെ 1 മാസമായി കാണും. അല്ല, ഗൈനക്കോളജിസ്റ്റിനെ ഒന്നും കാണിച്ചില്ലേ എന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പറയുകയാണ് പല്ലവി. എങ്കിലേ ഇന്ന് തന്നെ നമുക്ക് ഡോക്ടറെ കാണിക്കണം. അത് പിന്നെ അമ്മേ, വിപിൻ സാറിന്റെ പിണക്കമൊക്കെ മാറിയിട്ട് അത്രയും നാളൊന്നും കാത്തിരിക്കേണ്ട മോളെ, നമുക്ക് ഇന്ന് തന്നെ പോകാമെന്ന് പ്രഭാവതി പറയുമ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് പല്ലവി. പിന്നീട് കാണിക്കുന്നത് ടെൻഷനോടെ നിൽക്കുന്ന പല്ലവിയെയാണ്. എത്രയൊക്കെ ശ്രമിച്ചിട്ടും വിപിൻ സാറ് എന്നോട് അടുക്കുന്നില്ലല്ലോ. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യുക എന്ന് പല്ലവി ആലോചിക്കുന്നു. ചേച്ചി ഇടപെട്ടൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ വിപിൻ സാറിന് എന്നോടുള്ള ദേഷ്യമെല്ലാം മാറിക്കിട്ടിയേനെ. അതേസമയം പാർവിനെ എങ്ങനെ വീട്ടിൽ നിന്നും അടിച്ചിറക്കാമെന്ന് ആലോചിക്കുകയാണ് ജാസ്മിൻ. പാർവതിയെ മാത്രം ഒഴിവാക്കിയാൽ പോരാ, പല്ലവിയെയും ഒഴിവാക്കണം. ഇല്ലെങ്കിൽ പാതി സ്വത്ത് അവളുടെ അടുത്തേക്ക് പോകും. പല്ലവി വിപിന്റെ കുഞ്ഞിനെ പ്രസവിച്ചാൽ പിന്നെ അത് വലിയ പാടായിരിക്കും. അതുകൊണ്ട് ആദ്യം ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കളയണം. അത്രയും പറഞ്ഞുകൊണ്ട് ജാസ്മിൻ അടുക്കളയിലേക്ക് പോയിട്ട് പപ്പായ മുറിച്ചെടുക്കുകയാണ്. ഈ പപ്പായ മുഴുവൻ അവളെ കൊണ്ട് തീറ്റിക്കണം. അതോടെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിക്കോളും. തുടർന്ന് ജാസ്മിൻ പല്ലവിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. പല്ലവി, ഞാൻ നിനക്കല്പം പപ്പായ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കാണുന്ന പല്ലവി പറയുകയാണ്, എനിക്കിത് വളരെ ഇഷ്ടമാ, എവിടെ കണ്ടാലും ഞാൻ വിടാറില്ല. അങ്ങനെ ജാസ്മിൻ പല്ലവിയെ കൊണ്ട് ആ പപ്പായ മുഴുവൻ കഴിപ്പിക്കുകയാണ്. മണ്ടി തന്നെ, ഇവൾക്കറിയില്ലെന്ന് തോന്നുന്നു ഇത് കഴിച്ചാൽ ഗർഭം അലസിപ്പോകുമെന്ന്. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന സുശീല ആ കാഴ്ച കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. എന്താ പല്ലവി നീ കാണിക്കുന്നത്? പ്രഗ്നന്റ് ആയിട്ടുള്ള ആൾക്കാര് പപ്പായ കഴിക്കരുതെന്ന് നിനക്കറിയില്ലേ? അത് പിന്നെ ഞാൻ ഓർത്തില്ല, ജാസ്മിൻ തന്നപ്പോ അറിയാതെ കഴിച്ചതാണെന്ന് പല്ലവി പറയുന്നു. ഇത് കേൾക്കുന്ന സുശീല ദേഷ്യത്തോടെ ജാസ്മിനോട് ചോദിക്കുകയാണ്, എന്താ ജാസ്മിൻ, നിനക്കും ഈ കാര്യം അറിയില്ലായിരുന്നോ? ആന്റി, അത് ഞാൻ ഓർത്തില്ല. അതേസമയം എന്താ പ്രശ്നമെന്ന് ചോദിച്ചുകൊണ്ട് പ്രഭാവതി അങ്ങോട്ടേക്ക് വരികയാണ്. അത് പിന്നെ ചേച്ചി, ദേ ഈ പല്ലവിയുണ്ടല്ലോ, അവൾ പപ്പായ കഴിച്ചിരിക്കുന്നു. ഈ സമയത്ത് ഇതൊക്കെ കഴിച്ചാൽ അപകടമല്ലേ എന്ന് സുശീല ചോദിക്കുമ്പോൾ അതേയെന്നും ഞാൻ ഡോക്ടറെ ഉടൻ തന്നെ വിളിച്ചു വരുത്താമെന്നും പ്രഭാവതി പറയുന്നു. ഇത് കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് പല്ലവിയും ഇത് കേട്ടുകൊണ്ടുവരുന്ന പാർവതിയും. പിന്നീട് കാണിക്കുന്നത് പല്ലവി പാറുവിന്റെ കാലിൽ വീഴുന്നതാണ്. ചേച്ചി, ഇന്നേ വരെ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചേച്ചി എന്നോട് ക്ഷമിക്കണം. ഇതിൽ നിന്നും ചേച്ചി എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. നീയായിട്ട് വരുത്തി വെച്ചതല്ലേ എന്ന് പാറു ചോദിക്കുമ്പോൾ ചേച്ചി എന്നെ അവസാന നിമിഷം കൈവിടരുതെന്നും കൈവിട്ടാൽ ചാവുകയല്ലാതെ എനിക്ക് വേറെ ഒരു മാർഗവുമില്ലെന്നും പല്ലവി പറയുന്നു. എന്താണെങ്കിലും നീ സമാധാനമായിട്ടിരിക്കെ, നമുക്ക് ഒരു വഴി കണ്ടെത്താമെന്ന് പറഞ്ഞ് പാറു അകത്തേക്ക് പോകുന്നു. തുടർന്ന് ടെൻഷനോടെ നിൽക്കുകയാണ് പല്ലവി. അതേസമയം പ്രഭാവതി അങ്ങോട്ടേക്ക് വന്ന് ഡോക്ടർ വന്നെന്നും പല്ലവിയോട് വരാനും പറയുമ്പോൾ പേടിയോടെ പ്രഭാവതിയെയും പാറുവിനെയും നോക്കുകയാണ് പല്ലവി.
ചേച്ചി എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, ഇല്ലെങ്കിൽ ഞാൻ ഇന്നിവിടെ ചാകുമെന്ന് പല്ലവി പറയുന്നു. ഇത് കേട്ട് ഞെട്ടലോടെ പല്ലവിയെ നോക്കുകയാണ് പാർവതി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.